തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഇത് ദേഹത്ത് കിടക്കുമ്പോഴെങ്കിലും അവരുടെ സാമീപ്യം എനിക്ക് അനുഭവിക്കാലോ. എനിക്കിത് തന്ന കാര്യം മക്കളോടും കൂടി ഒന്ന് പറയണം. അല്ലെങ്കിൽ ഞാനിത് ഇട്ട് നടക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ഇങ്ങ തന്നെ നാശം പിടിക്കാനായിട്ട് അങ്ങനെ ഇപ്പൊ മക്കളുടെ സമ്മതത്തോടെ ഇട്ട് വലസണ്ട. പിച്ചക്കാർക്ക് കൊടുക്കുന്നതിന് പകരം അല്ലേന്ന് വിചാരിച്ചപ്പോ അതും മുതലെടുക്കാൻ നോക്കുന്നു. എന്തുവാടെ കണ്ണുരുട്ടി പേടിപ്പിക്കുവാണോ? അതൊക്കെ പണ്ട്. ഇന്ന് താൻ കണ്ണുരുട്ടിയാലേ സുശീല പേടിക്കില്ല. കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. അയ്യോ, അവിവേകമൊന്നും കാണിക്കല്ലേ സുശീലേ. എന്റെ കാഴ്ച പോകുന്നത് കൊണ്ടല്ല, നിന്റെ ഈ കയ്യിൽ വിലങ്ങ് വീഴും. താനും തന്നെ പേടിപ്പിക്കുവാണോ? ഏയ്, പണ്ടും നീ എന്നെ പേടിച്ചതായി ഞാൻ ഓർക്കുന്നില്ല. പിന്നെയാണോ ഇപ്പോ? ഞാൻ ഈ മൂലയ്ക്ക് ജീവിച്ചു പൊക്കോളാം സുശീലേ, എന്നെ വിട്ടേക്ക്. ഓ, തന്നെ ആരും ഇവിടെ പിടിച്ചു കെട്ടിയിട്ടൊന്നുമില്ല. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ സ്വമേധ ഇറങ്ങി പോവുക വേണ്ടത്. ഇല്ല സുശീലേ, പണ്ട് ഞാൻ സ്വമേധയെ ഇറങ്ങിപ്പോയതിന്റെ ശിക്ഷയാ ഇപ്പൊ അനുഭവിക്കുന്നത്. ഇനിയുള്ള കാലം ഞാൻ എങ്ങോട്ടുമില്ല. ഓ, താനെന്നെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിച്ച് അടങ്ങുമല്ലേ? ഓ, അമ്മേ, എന്താടി? ചായ തണുക്കുന്നു, വേണമെങ്കിൽ ഒന്ന് കുടിക്കേ. ആ, ഞാൻ വന്നോളാം. വന്നാ കൊള്ളാം. ഞാൻ വേറെ ഉണ്ടാക്കി തരാനൊന്നും പോകുന്നില്ല. ഓ ശരി. ദേ, ഈ കുടുംബത്തിൽ ഇന്ന് വരെ സുശീലയെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാ താൻ വന്ന ശേഷം ചില ഭാഗത്ത് നിന്ന് ചില ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുയരും മുമ്പ് താൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ ദേ, ഇവിടെ കിടന്ന് നരകിച്ച് ആയുസ് എടുക്കാതെ ഒടുങ്ങും താൻ. ഓർത്തു? നീ ഉമ്മ വെച്ച് കളിക്കടാ. ചായ. ആ, മോർണിംഗ്. എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? എനിക്ക് ദേഷ്യം എന്തിനാ? എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ വെട്ടി തുറന്നു പറയും. അത് ഇഷ്ടപ്പെടാത്തവർക്ക് ദേഷ്യമായിട്ടും പകയായിട്ടും ഒക്കെ തോന്നും. എനിക്ക് പറയാനുള്ളത് നീ പറഞ്ഞോ, പക്ഷേ ബാക്കിയുള്ളവർക്കും കൂടി പറയാനുള്ള സ്പേസ് തരണം. നിങ്ങളൊന്നും പറയാറില്ലല്ലോ. ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക, എന്നിട്ട് പിടിക്കപ്പെടുമ്പോ ഒരു നാണം ഇല്ലാതെ എല്ലാം ഏറ്റു പറയാ. അതിന്റെയൊക്കെ ഇടയിൽ കിടന്ന് നാണം കിടന്നത് ഞങ്ങളാ. എടോ, ഒരു തെറ്റ് പറ്റിപ്പോയി. അതെനിക്ക് ദൂർത്തടിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഒരു ബിസിനസ് തുടങ്ങാനല്ലേ, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ. അത് അമ്മയോട് സംസാരിച്ച് അമ്മയുടെ സമ്മതത്തോടു കൂടി ചെയ്യണമായിരുന്നു. അതിനൊരു അന്തസ്സുണ്ട്. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഡിസ്കസ് ചെയ്ത് ഞാൻ എന്തും ചെയ്യുമായിരുന്നുള്ളൂ. ആ സമയത്ത് എന്നെ ദിവസം വിളിക്കാറുണ്ടായിരുന്നല്ലോ. കൂടെ കൂടെ പഞ്ചരത്നത്തിൽ വരാറും ഉണ്ടായിരുന്നു. പറയണമെന്നുണ്ടെങ്കിലേ അപ്പ പറയായിരുന്നു. സോറിടാ, നമുക്കിനി ആ പ്രമാണം തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം.
എനിക്ക് ചില വ്യക്തമായ കണക്കുകൂട്ടലൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാ അതൊക്കെ സംസാരിക്കാൻ കൂടി വേണ്ടിയാ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു മുറിയിൽ കഴിയണമെന്ന് ഞാൻ പറഞ്ഞത്.